എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ് കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളുടെ അതിനകത്ത് തമ്മിലൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന് ഞാൻ മാറ്റിക്കോളാം. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളുടെ FIUGP ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി എക്സാം എന്നായിരിക്കും നടക്കുക എന്ന്, അതുപോലെ തന്നെ ഇതിനായി എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക എന്നും ഒരുപാട് വിദ്യാർത്ഥികൾ, ഒട്ടേറെ വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും അല്ലാതെയും പേഴ്സണലായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി, എങ്ങനെയാണ്, എപ്പോഴാണ് ഇതിൻ്റെ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വിളിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും, ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തമ്മിൽ വിദ്യാർത്ഥികൾ നോക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രശ്നമുണ്ട്, ഞാൻ മാറ്റിക്കോളാം. അത് കണ്ണൂർ യൂണിവേഴ്സിറ്റി തന്നെ ഉൾപ്പെടുത്താൻ വിട്ടുവിടേണ്ട, കാലിക്കറ്റ് എന്നാണ് 2 തവണ എഴുതാൻ, ഞാൻ മാറ്റിക്കോളാം. അത് നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതിയാവും. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളുടെ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ സപ്ലിമെൻ്ററി എക്സാം എന്നായിരിക്കും എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. നോട്ടിഫിക്കേഷൻ എന്താണ് വിളിക്കുന്നത് സാർ? റിസൾട്ട് വരുന്നതിന് മുമ്പും, FIUGPയുടെ ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ നടന്നപ്പോഴും റിസൾട്ട് വരുന്നതിന് മുമ്പ് വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നൊരു ഇതാണ്, കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ 4 യൂണിവേഴ്സിറ്റികളായ കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളുടെ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്ക് ശേഷം 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുമെന്നുള്ളത്. 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുമെന്നുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലൊരു നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടുമില്ല. അത് കേരള യൂണിവേഴ്സിറ്റി ആയാലും ശരി, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും ശരി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും ശരി, MG യൂണിവേഴ്സിറ്റി ആയാലും ശരി, 4 യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്താണ് സാർ പുറത്തു വരാത്തെന്നുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, യൂണിവേഴ്സിറ്റി വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കും. അത് ഏത് യൂണിവേഴ്സിറ്റി ആയാലും വിളിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഇനി അഥവാ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ദിവസം ഒരു തവണയെങ്കിലും നിങ്ങളുടെ ഏത് യൂണിവേഴ്സിറ്റിയാണോ, കണ്ണൂർ ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്, കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിരീക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്തെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നമ്മളത് വീഡിയോ ആയിട്ട് അറിയിക്കുമെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി, നമ്മളിപ്പോൾ എന്താണ്, ഒരു യൂണിവേഴ്സിറ്റിയുടെ കാര്യം മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കാര്യം വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ വിട്ടുപോവുകയോ ചിലപ്പോൾ വരാൻ കുറച്ച് വൈകി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളത് അറിയാതെ പോകുന്നൊരു പ്രശ്നമുണ്ടാകും. എന്നാലും മാക്സിമം വിവരങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് എത്തിക്കാൻ നമുക്ക് വിജയകരമായി സാധിക്കാറുമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളോട് ഒരു ദിവസം ഒരു തവണയെങ്കിലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നോക്കാൻ പറയുന്നതിന് കാരണം, ഇപ്പോൾ നിങ്ങളൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. നമുക്കങ്ങനെയല്ല, നമുക്ക് 4 യൂണിവേഴ്സിറ്റികളുടെ കാര്യം നമ്മൾ വീഡിയോ നോക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നാം സെമസ്റ്ററിൻ്റെ കാര്യം നോക്കിയാൽ മതി. നമുക്കങ്ങനെയല്ല, 1 to 6 സെമസ്റ്റർ കാര്യം നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നും ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് സന്ദർശിക്കുക. നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, എന്നാൽ അടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരും. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്, നിങ്ങൾ എങ്ങനെയാണോ ഫസ്റ്റ് സെമ്മിന് എക്സാം രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. നിങ്ങൾ എങ്ങനെയാണോ ഫസ്റ്റ് സെം എക്സാമിനായിട്ട് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി രജിസ്റ്റർ നടത്തിയത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് സെം എക്സാമിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നിങ്ങൾ ഇതിനും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അല്ലാതെ വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾക്കൊന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ അപ്പോൾ മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ, ദ കരിയർ ഗൈഡ്. Thanks for watching. Bye.